പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. ഈ റൗണ്ട് ഓഫ് 16 മത്സരങ്ങളിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് പോർച്ചുഗലും സ്പെയിനും. ഈ വരുന്ന ജൂലൈ 7-ാം തീയതി രാത്രി 12:30-ക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. ലെമീൻ യമാൽ വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതോടൊപ്പം നമ്മൾ സ്പെയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്പെയിന് ഓസ്ട്രിയയെ 3-0 എന്ന് പറയുന്ന ഒരു വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റൗണ്ട് ഓഫ് 16ലേക്ക് അവർ ക്വാളിഫൈ ചെയ്യുന്നത്. എന്നാൽ ഇനി പോർച്ചുഗലെ നോക്കുകയാണെങ്കിലോ ക്രൊയേഷ്യയോട് ഒരു 2-1 എന്ന സ്കോറിന് ഒരു എസ്കേപ്പിംഗ് വിന്നാണ്, ഒരു രക്ഷപ്പെട്ടുകൊണ്ടാണ് അവർ റൗണ്ട് ഓഫ് 16ലേക്ക് അവരെത്തുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ മറ്റൊരു പോരാട്ടം കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമ്മൾ അവസാനമായിട്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം നാഷൻസ് ലീഗിലാണ്. നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ പോർച്ചുഗൽ സ്പെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടമുയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതൊരു പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ്. ആ ഒരു ലാഘവത്തോടെയാണ് പോർച്ചുഗൽ ഈ മത്സരത്തെയും കാണുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. സ്പെയിന് മാക്സിമം ഗോൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് പെനാൾട്ടിയിലേക്ക് എത്തിക്കാതെ തന്നെ ആ മത്സരം വിജയിക്കാൻ സ്പെയിൻ ശ്രമിക്കുകയുണ്ടാവും. പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരൊരു സ്കോർ ചെയ്തുള്ള ഒരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുമ്പത്തെ മത്സരങ്ങളുടെ റിസൾട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സാധ്യത ഒരു പെനാൾട്ടിയിലേക്ക് എത്തുന്നു. ആ ഒരു പെനാൾട്ടി വിജയിക്കാനായിരിക്കും പോർച്ചുഗലും ക്രിസ്ത്യാനോയും സംഘവും ശ്രമിക്കുന്നുണ്ടാവുക. പോർച്ചുഗലിനെ സംബന്ധിച്ച് അവർക്ക് മികച്ച സ്കോർ ഉണ്ടെങ്കിൽ കൂടി ഇത്രയും മത്സരങ്ങളുടെ റിസൾട്ടും ആ ഒരു കളിയും വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അതൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കളിയൊന്നല്ല അവർ കളിച്ചത്. അതുകൊണ്ട് തന്നെ സ്പെയിനെ സംബന്ധിച്ച് അവർ ഏറ്റവും മികച്ച രീതിയിൽ പന്തെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്പെയിനാണ് നമ്മൾ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ വേൾഡ് കപ്പിൽ ഗോൾ കൺസീഡ് ചെയ്യാത്ത 2 ടീമുകളുള്ളൂ. അതൊന്ന് സ്പെയിനാണ്. ആ സ്പെയിനെതിരെ ക്രിസ്ത്യാനോക്കും സംഘക്കാർക്കും ഗോൾ അടിക്കൽ എത്രത്തോളം സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അവരുടെ ഡിഫൻസ് അപാര സ്ട്രെങ്ത് ആണ്. പ്രത്യേകിച്ച് കുബാർസി എന്ന് പറയുന്ന ബാർസലോണ പ്രൊഡക്റ്റ് അപാര പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2018 വേൾഡ് കപ്പിൽ സോച്ചിയിൽ സംഭവിച്ച കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. സ്പെയിനെതിരെ, അത്രയും മികച്ച സ്പെയിനെതിരെ ക്രിസ്ത്യാനോ ഒരു 3-3 എന്ന ഡ്രോയിലേക്ക് കൊണ്ടെത്തിച്ചത്. അതിനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോർച്ചുഗലിനോടൊപ്പം ഒരു മികച്ച സ്കോഡ് ഉണ്ട്. പക്ഷേ അവർക്ക് അതിനൊത്ത പ്രകടനം ഇതുവരെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ള, പോർച്ചുഗലിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2016 യൂറോ കപ്പ് ഓർമ്മയില്ലേ? ആ യൂറോ കപ്പിൽ ഇവർ ഇതേ രീതിയിലായിരുന്നു പന്ത് തട്ടിക്കൊണ്ടിരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ടോപ്പ് 3 ആയിട്ടാണ് അവർ റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. ആ വർഷമാണ് ടോപ്പ് 3 എന്ന കൺസെപ്റ്റ് തന്നെ UEFA കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ നിന്നും ഒരു ടോപ്പ് 3 ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നു. അതിനുശേഷം അങ്ങനെ വിജയിച്ച് കിരീടമുയർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഒരു വിജയം പോലും ഇല്ലാതെയാണ് ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മസ്റ്റ് വിൻ മാച്ചുകളാണ്, നോക്കൗട്ട് മത്സരങ്ങളാണ്. അവിടെയൊക്കെ വിജയിച്ചുകൊണ്ട് കിരീടമുയർത്തുന്ന, തങ്ങളുടെ രാജ്യത്തെ ആദ്യ കിരീടം യൂറോ കപ്പ് സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും അതേ രീതിയിലാണ് ഈ 2026 വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴും പോർച്ചുഗൽ ആരാധകർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്. കാരണം ഈ ഗ്രൂപ്പ് ഘട്ടം നോക്കുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരങ്ങളിൽ അവർക്ക് വിജയിക്കേണ്ട മത്സരങ്ങൾ, സുഖമായിട്ട് വിജയിക്കുന്ന മത്സരമാണ് DR കോങ്കോക്കെതിരെ, അതുപോലും അവർക്ക് സമനിലയാകുന്നു. പിന്നീട് ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളിന് വിജയിക്കുന്നു. പിന്നീട് കൊളംബിയക്കെതിരെ സമനിലയാകുന്നു. അങ്ങനെ അവർക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ എത്രയാണോ വേണ്ടത് അത് കൃത്യമായിട്ട് അവർ നേടുന്നു. ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നു. അവിടുന്ന് ക്രൊയേഷ്യക്കെതിരെ ഒരു അനായാസം അല്ലെങ്കിൽ കൂടി ഒരു പ്രയാസപ്പെട്ട് തന്നെ ഒരു വിജയം നേടുന്നു. പിന്നീട് സ്പെയിനെ നേടാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഈ മത്സരം നിയന്ത്രിക്കാൻ പോകുന്ന ഒരു റഫറി ഉണ്ട്, ആന്റണി ടൈലർ എന്ന് പറയുന്ന. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹമാണ് ഈ മത്സരം നിയന്ത്രിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഒരു റഫറിയാണ് അദ്ദേഹം. 2023 റോമക്കെതിരെയുള്ള ആ ഒരു റോമയുടെ മത്സരത്തിൽ ജോസെ മൗറിഞ്ഞോ ഒക്കെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ട് വിമർശിച്ച കാഴ്ച നമ്മൾ കണ്ടത്. അതുപോലെ ചെൽസി ബ്രൗൺസ്മൗത്ത് മത്സരമാണെന്ന് തോന്നുന്നു, അതിൽ നിരന്തരം യെല്ലോ കാർഡുകൾ വാരി വിതറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ചില വിവാദങ്ങളൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു റഫറിയാണ് ആ മത്സരം, സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരം നിയന്ത്രിക്കാൻ പോകുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ച് പല അനുകൂല സാഹചര്യങ്ങളും അവർക്ക് റഫറി ആയാലും ഇനി അല്ലെങ്കിൽ അവരുടെ മുൻകാലങ്ങളിലെ റെക്കോർഡും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള അവർക്ക് ചാൻസുകൾ. എന്തായാലും അവിടെ സ്പെയിനെ അട്ടിമറിക്കുമോ, സ്പെയിനെതിരെ വിജയം കണ്ടെത്താൻ സാധിക്കുമോ, ഒരു പൊസിഷൻ ഗെയിമും ഒരു കൗണ്ടർ അറ്റാക്കും തമ്മിലാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കണ്ടതാണ്. ജൂലൈ 7-ാം തീയതി രാത്രി 12:30-ക്കാണ് പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരം നടക്കാൻ പോകുന്നത്.